ED വന്നു, UAPA വന്നു, NIA വന്നു. ഇവരുടെയൊക്കെ തന്ത വന്നാൽ പോലും ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരില്ല. പറയുന്നത് ഞാനല്ല, SDP-യുടെ ഒരു സമ്മേളനത്തിൽ അതിൻ്റെ ഒരു നേതാവ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ആരെയും ഭയമില്ല, പ്രത്യേകിച്ച് നിയമവ്യവസ്ഥയെ ഒരു ഭയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മൾ മാത്രമാണ് ശരി എന്നാണ് ആ നേതാവ് പറയുന്നത്. BJP-യും RSS-നെയും നമ്മൾ എതിർക്കുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ രാജ്യത്തിന്റെ നന്മ ചെയ്യുന്നവരല്ല. നമ്മൾ വന്നാൽ മാത്രമേ, അതായത് SDP ഇന്ത്യ ഭരിച്ചാൽ മാത്രമേ രാജ്യം നേർവഴിയിലേക്ക് സഞ്ചരിക്കൂ എന്നാണ് നേതാവ് പറയുന്നത്. എങ്ങനെയാണ് സാർ നമ്മൾ ഇതിനെ കാണേണ്ടത്? പ്രത്യേകിച്ച് ഈ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് കൊച്ചുകുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം ലഭിച്ച് ഇന്ത്യയെ വിഭജിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മൾ പലപ്പോഴും SDP-യുടെ പല കാര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഇവർക്ക് ആരെയും ഭയമില്ല എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടോ? അല്ല, ഇതിനകത്ത് ഇന്ത്യയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഇതൊരു വലിയൊരു വിഷയമാണത്. അതൊരു യാഥാർത്ഥ്യവുമുണ്ട് അതിനകത്ത്. കാരണം ഈ SDP-യുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഷെയ്ഡി ആയിട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ ഈ സമരത്തിനോടൊപ്പമാണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇതിനെ പൊതുസമൂഹം ഇതിന് വളരെ എല്ലാവിധമായ പിന്തുണയും കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമരത്തിനകത്ത് അതിൻ്റെ പിന്നിൽ ഈ ഗവൺമെൻറ്റിനെതിരെ അതല്ലെങ്കിൽ ഈ സംഘർഷങ്ങൾ, ഓരോരോ സംഘർഷങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക, അതിൻ്റെ പിന്നിൽ നിൽക്കുക, അതിലൂടെ ഒരു സ്വീകാര്യത അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്നവർ സംഘടിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന രീതി SDP കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നുണ്ട് ഈ സമരത്തിൻ്റെ പിന്നിൽ പലരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് പ്രകടമായിട്ട് SUCയുടെ കാര്യം പറയുന്നു, പരോക്ഷമായിട്ട് ഈ SDP വരെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലുള്ള മിക്ക പൊതു സ്വീകാര്യത കിട്ടുന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലൂടെയാണ് SDP-യുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിയമവ്യവസ്ഥയെ അവർക്ക് പേടിയില്ല എന്ന് പറയുന്നത്. കാര്യം അവർക്ക് എങ്ങനെയാണ്, ഉദാഹരണത്തിന് വളരെ പുരോഗമനപരമായി സംസാരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ അവരിലൂടെ പോലും പലപ്പോഴും ഈ SDP-യുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവർ കരുവാകാറുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിൽ നിന്ന് CPM-ൻ്റെ നേതാവ് മുൻ മന്ത്രിയുമായ G. സുധാകരൻ, അദ്ദേഹം ഇത് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. കാര്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ൽ പോലും SDP-ഐ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ CPM-നകത്ത് നിന്നുകൊണ്ട് SDP-യുടെ കാഴ്ചപ്പാടിലൂടെ തങ്ങൾക്ക് തോന്നുന്ന ചില ആശയങ്ങൾ അതിവിദഗ്ധമായിട്ട് അവർ അതിലൂടെ നടപ്പിലാക്കും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആലപ്പുഴയിൽ വളരെ സജീവമുണ്ടെന്നാണ് G. സുധാകരൻ്റെ പല പല പ്രസ്താവനകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തന രീതി SDP-ഐ കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പല പല അസ്വസ്ഥതകളും പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും. അതേ സമയത്ത് ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഇവർ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ സ്വീകാര്യമായ വിഷയങ്ങളായിരിക്കും. ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പൗരാവകാശ ലംഘനം നടക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പൗരാവകാശ ലംഘനത്തിന് നമുക്ക് അതിനെതിരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ സാംസ്കാരികമായ സംഭവങ്ങൾ, അപ്പോൾ ഇത്തരം സംഭവങ്ങളിലൂടെ ഒരു പൊതു മുഖം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്തൂടെ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആണ് SDP-യുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പല സംഗതികളിലും പല ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല, മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ, അവരെ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മാഗസിൻ നേരത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല റീഡർഷിപ്പുള്ളൊരു മാഗസിനായിരുന്നു. അപ്പോൾ അവിടെയും ഇദ്ദേഹം ഇവർ പോയി സമീപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് മാസം ഇത്ര റുപ്യ തരാം, ഇത്ര കോപ്പി ഞങ്ങൾ വാങ്ങിച്ചുകൊള്ളാം, ഞങ്ങൾ 6 മാസത്തിൽ 1-2
ലേഖനങ്ങൾ ഞങ്ങൾ തരുന്നത് ആരുടെയെങ്കിലും സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചാൽ മതി. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ഈ എഡിറ്ററുടെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ വരുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. അപ്പോൾ അത്തരം സംഗതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയും അതിനൊരു ഈ മുഖ്യധാര രാഷ്ട്രീയത്തെ ഈ SDP അവരുടെ പ്രവർത്തനത്തിന് ഒരു മറയായിട്ടും ഒരു എന്താ പറയുക ഒരു അതല്ലെങ്കിൽ ഒരു ഉപാധിയായിട്ടുമൊക്കെ പലപ്പോഴും ഇതിന് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ഈ 60-ലധികം ജേർണലിസ്റ്റുകൾ ഇവരുടെ ഇപ്പോൾ നിരോധിത സംഘടനയായ PFI നിന്ന് പണം കൈപ്പറ്റുന്നു മാസം തോറും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ സാർ? കാരണം നമുക്കറിയാം ഇപ്പോൾ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നും അല്ലെങ്കിൽ ചില വാർത്തകളെ ഈ പല ചാനലുകളും നേരിടുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നാറുണ്ട്. ഇവർ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു ഭയം. കാരണം ചില മാധ്യമ പ്രവർത്തകർ, ചില മാധ്യമങ്ങളൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ അന്വേഷണങ്ങളൊക്കെ കൃത്യമായി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമാക്കണ്ടേ? അത്തരം മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നിരോധിക്കുക. കാരണം ഇന്ത്യയെ തന്നെ ഭീഷണിയാക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുണ്ട് എങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിർത്തുക, തിരുത്തുക എന്നുള്ളൊരു സമീപനം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണ്ടേ? ഇപ്പൊ ഈ 60 മാധ്യമ പ്രവർത്തകർ ഈ ഇത്തരത്തിലുള്ള പൈസ പറ്റി പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ തെളിയിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് നമ്മൾ ഇവിടുത്തെ നിയമ സംവിധാനമാണ്. ഇത് വെറും ആരോപണമാണോ, അതോ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? കഴമ്പുണ്ടെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമാണ്. കഴമ്പുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം. അപ്പോൾ അത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് വെറും ആരോപണം മാത്രമാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഇത് ശരിയൊരു ആരോപണം ഇപ്പം മാധ്യമ ലോകത്ത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ തെളിവുകളോടുകൂടി, ഇന്നിപ്പോൾ തെളിവുകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല തെളിവുകൾ ശേഖരിക്കാനായിട്ട്, വളരെ വ്യക്തമായിട്ട് അത് കണ്ടെത്താവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അന്വേഷണം നടത്തി അത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാരണം മറ്റ് ഏത് മേഖലയിലുള്ളവരും ഇത്തരത്തിൽ പ്രവൃത്തികൾ ഏർപ്പെടുന്നതിനേക്കാൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും മോശമായ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വലിയൊരു സ്വാധീന ശക്തിയാണത്. അതുപോലെ ചില മാധ്യമങ്ങൾക്ക് നമുക്കറിയാം, എത്ര തന്നെ ഈ മാധ്യമങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പോലും മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ഇന്നും സൊസൈറ്റിയിൽ പല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും.